ഇതാണ് മാത്ത്. അപ്പോൾ നമ്മളിന്ന് മസ്കാബൺ ഉണ്ടാക്കുകയാണ്. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് നമ്മൾ കുറച്ച് വാട്ടർ എടുക്കുകയാണ് അല്ലേ. മിൽക്ക് മെയ്ഡ് ഓർമ്മ ഇതിൻ്റെ ഹെൽപ്പറായിട്ട് ഇങ്ങനെയാണ് വിളിച്ചത്. അവൻ പോയി. ഞാൻ ഒഴിച്ച് കഴിച്ചു. ഓക്കെ, ഞാൻ ഇനി ഒന്ന് മിക്സ് ചെയ്യട്ടെ. ആരെങ്കിലും ഒരു സ്പൂൺ കൊണ്ടുവരുമോ അമ്മച്ചേ? മിക്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എടാ ആദ്യം അമ്മേൻ്റെ അടുത്തുള്ള ഒരു സ്പൂണിങ് എടുത്തോണ്ട് കഴിച്ചോ, നല്ല ടേസ്റ്റാണ്. കഴിച്ചോ, നല്ല മഴയില്ലേ മാർക്ക്? മരുണ്ടോ? വെണ്ണി. ഓഹോ, കൃഷ്ണൻ്റെ കൃഷ്ണൻ തന്നെ കുറച്ച് ഭക്തരാണ് കൃഷ്ണൻ തിന്നണമെന്ന്. ഓ കരണ്ടി വേണ്ട, മധുരമില്ല. മയിലും ഉണ്ടെങ്കിൽ കൊള്ളൂലട, മധുരം ഉണ്ടെങ്കിൽ കൊള്ളൂലട. പക്ഷെ മിൽക്ക് മെയ്ഡ് വെച്ച് ചെയ്യുമ്പോൾ മധുരം. ഇതിനൊന്നും തൊട്ട് നോക്കി നോക്കിയാണ്. വെണ്ണേ കൊള്ളാമോ? ഞാൻ നന്നായിട്ട് തേക്കട്ടെ. ഗൈസ്, എൻ്റെ അമ്മ അളവിനെടുത്തു. ഇത്രയും വേണം, ഇത്രയെങ്കിലും മാക്സിമം ക്വാണ്ടിറ്റി വേണം. അതിനല്ല ചേച്ചി പറഞ്ഞത്. ഞാൻ സ്പൂൺ എടുത്തോണ്ട് പോയത് കണ്ടില്ലേ? എന്തായാലും കേട്ടിട്ടുണ്ട്. ഓക്കെ, ഫാൻ ഇട്ടാണ് ആണോ ഇല്ലേ മാത്രം? ഞാൻ നക്കൂല, കൊച്ചിനെ ഞാൻ നോക്കിയിട്ടിരിക്കാൻ. ഞാൻ ഇപ്പം നക്കൂല. പിടി, ഞാൻ നക്കിയാണ്. നോക്കല്ലേ, അമ്മ നോക്കാൻ പോകുന്നു. ഞാൻ പെടുന്നു. നക്കിയല്ലേ കിട്ടും. അങ്ങനെ നക്കിക്കോ. ലൈഫിൽ നക്കല്ലേ, ലൈഫല്ല അതിൽ നക്കല്ലേ. ഇനി മിൽക്ക് മെയ്ഡ് കഴിക്കണം അമ്മ. കുറച്ചും കൂടെ ഒഴിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. മിൽക്ക് മെയ്ഡ് കഴിച്ചോ, കഴിച്ചോക്ക്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് നക്കി വെക്ക്. മണ്ണിലൊന്ന് തേച്ച് തരോ? കാര്യം ബസ്ക 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 മസ്ക ബസ്ക ബസ്ക ബസ്ക. ഗായ്സ്, നിങ്ങൾക്ക് പ്രിൻസ് പോങ്ങനാട് എന്ന യൂട്യൂബ് ചാനലാണ് കാണുന്നത്. അതിലെ കൊച്ചാണിത്. അതേ മാത്രം അല്ല, നമ്മുടെ ഇനിയും ഒരു യൂട്യൂബ് ചാനലുണ്ട് ഗായ്സ്. ഓ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. എത്ര പടക്കം വരുന്നുണ്ടാ പൊട്ടിച്ച? 100 എത്രയല്ലേ? 150.
എന്ന് തീർന്ന് പൊട്ടിച്ച് ദീപാവലി കഴിഞ്ഞ് 2 ദിവസം തീർന്നു. ഒരാൾ 50 കിടക്കും. 2 ദിവസമൊക്കെ എടുത്തോ പോടാ. നമ്മുടെ മണ്ണ് പാതി വെച്ച് പൊട്ടി. കുഴപ്പമില്ല, ഞാൻ ഇല്ല ഇനിയുണ്ട്. വെളിയിൽ ഇവിടെ സൈഡിലൊക്കെ എല്ലായിടത്തും ഉണ്ടോ ബണ്ണ് കട്ടിയിടാ, ബട്ടർ കട്ടിയിടാ. മണ്ണ് കട്ടി പിന്നെ മണ്ണിന് കട്ടിയില്ല. മണ്ണ് എന്തേലും ഫ്രീസറിൽ വെച്ചിട്ട് ഓ ഐസിന്റെ ഇടയിലായിരുന്നു. ഫസ്റ്റ് ടൈമാണ്. ഇവനാണ് ഡേഞ്ചർ. സൈക്കോ അല്ലേ? എൻ്റെ ആദ്യത്തെ കസ്റ്റമർ പോയിരിക്കുകയാണ്. ഇനി ഞാൻ എത്തിയിട്ടുണ്ടാക്കണം. ഓ അമ്മയ്ക്കണ്ടേ അപ്പൊ എനിക്ക് കേൾക്കുന്നുണ്ട്. ഫാൻ ഇട്ടേക്കുവാണോ? ആരും കണ്ടില്ലടാ. ഇപ്പോഴത്തെ ബണ്ണുകളൊക്കെ ഇത് എൻ്റെ അനിയത്തിയും ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അവളെ തിന്നിട്ടുണ്ടാകും എൻ്റെ റിയാക്ഷൻ. സമ്മതിക്കില്ലല്ലേ? ഇത് കയ്യിൽ നഖമുണ്ട്. ഞാൻ അള്ളി കയറ്റി ഒന്ന് നമ്മള് വാറ് കിടത്തി. നല്ല ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. വല്ല പ്രശ്നം ഉണ്ടാവും. ഞാനല്ലേ ഉണ്ടാക്കിയോ. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ്. ചാത്തൊന്നുമില്ല, ചത്തോത്തില്ല. ജസ്റ്റ് ഇടുന്നുണ്ട്, ജസ്റ്റ് മറ്റേ കുഴപ്പമൊന്നുമില്ല. അടാച്ചാ ചുമ്മാ എന്നാ തുറക്കും. ഇത് എനിക്ക് തിന്നണ്ടേ വല്ലോ. തുറന്നു. ആ അത് കത്തി താഴെ കിട്ടും എൻ്റെ പോടാ. ഇങ്ങനെ പറ്റി ഇഞ്ചിന് ഇട്ട് നക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച ഭയങ്കര പാടാണ്. സിമ്പിള്. അത് ഞാൻ ഉണ്ടാക്കിയൊന്നാണ്. എന്താ എനിക്ക് വെള്ളം ഉണ്ടാക്കാം. എന്നിട്ട് നീ ഉണ്ടാക്കിയ ഇല്ലേ? ബട്ടർ എടുത്തടച്ച് കുറച്ചുകൂടെ വേണം. സമാധാനം എവിടെന്ന് വന്നതറിയില്ല. ഞാൻ കണ്ടല്ലോ. നമ്മുടെ മിനിഞ്ഞാന്ന് മേടിച്ച നോട്ടല്ല ഇന്ന്, ഇന്നലെ മേടിച്ച നോട്ടല്ല, ഇന്ന് തീർന്നിരിക്കുകയാണ്. ആ രീതിയിലല്ലേ നമ്മളുടെ പ്രഹസനം കാണിച്ചത്. എനിക്ക് ഒരുപാട് മധുരം വേണം. നല്ല ടേസ്റ്റ് ആണ് അതിനകത്ത്. ഇത് മസ്റ്റായിരുന്നു. ഞാൻ മറന്നുപോയി. ആ ചായ
കഴിക്കും. ആ ചായൻ്റെ കൂടെ എനിക്കിത് ബെസ്റ്റ് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ചായ ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ ഉണ്ടായിക്കോ. നമ്മളിപ്പോൾ ഉണ്ടാകുന്നില്ല, നമ്മളിപ്പോൾ ഇങ്ങനെ ഇത് മാത്രമായിട്ട് ഇങ്ങനെ കഴിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഇതുവരെ ഞാൻ കഴിച്ചില്ല, കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആരും സമ്മതിച്ചില്ല. ആകെ ഇത് മാറ്റിട്ടില്ല പറ്റും. ഇനി നമ്മൾ ബോബാട്ടി ഉണ്ടാക്കും. അല്ലേമ്മ ബോബാട്ടി ഉണ്ടാക്കാം ചേച്ചി. ഇതാണ് എൻ്റെ അമ്മയുടെ കാട്ടിൽ കഴിക്കുന്നത്. ബട്ടർ എടുക്കാത്ത വെച്ചമ്മ. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടു. ഈ വീഡിയോ ചിലപ്പോൾ എപ്പോഴും അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു കഥ ഇട്ടിരുന്നു. അതിൽ ഉണ്ടാക്കിയ സ്റ്റാർ എന്ന് പറയുന്നത് ഒറ്റ വെട്ടിൽ വെട്ടിയതാണ്. ഒറ്റ വെട്ടിൽ 2-3 വെട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ കണ്ടതാണ്. പക്ഷേ യൂട്യൂബിൽ കണ്ടുപിടിച്ചാൽ നമ്മളെ ടീച്ചർ നേരിട്ട് പഠിപ്പിച്ചതാണ്. നല്ല രസമായിരുന്നു. അത് തന്നെ ഉണ്ടാവണമെന്നില്ല. നമുക്ക് ഈ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പം ഇത് വലിയ ഉപകാരമാകുമെന്ന് എനിക്ക് തോന്നുന്നു, അറിയത്തില്ല. ഇത് എന്നെപ്പോലുള്ള കൊച്ചു കുട്ടികൾക്ക് ഇത് നല്ല എളുപ്പമായിരിക്കും. മാത്തൂനെ പോലെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് എളുപ്പമായിരിക്കും. മാത്തൂനെ എത്ര വയസ്സുണ്ടാ? അപ്പോൾ 7 വയസ്സിൻ്റെ താഴെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് ബെറ്ററായിരിക്കും. അല്ല, 7 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഉണ്ട്. നീയാണ് വെട്ടി വിഴുങ്ങിയത്. ഞാൻ അതിന്റെ അകത്തുള്ള ഇത് മാത്രമല്ല, ഞാൻ അതിന്റെ അകത്തുള്ള മാത്രം തിന്നോളൂ. പിന്നെ ഈ സിറപ്പ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. മരം വേണ്ടേ? തൈപ്പ് മാത്രം. നിനക്ക് ബട്ടർ മാത്രം തന്നാൽ നീ തിന്നുമോ? തിന്നും. മൊത്തം ഇരുന്ന് തിന്നടാ. പറ്റുമോ എന്നെ കൊണ്ട്? പോയി തിന്നില്ലേ? ജോയ്സ് എൻ്റെ അച്ഛനാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി. പറ്റുമെങ്കിൽ എൻ്റെ കൊച്ചച്ഛൻ എന്നെ വോട്ട് കൊടുക്കേണ്ടതുണ്ട്. നാളെ കുഞ്ഞ് വോട്ട് പിടിക്കാൻ പോയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു വിളക്കെത്തിച്ച് കഴിഞ്ഞ് നമ്മൾ വിളക്കെത്തിച്ചാൽ നേരെ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി പിന്നെ ഇതിൽ എൻ്റെ അടുത്ത് പറയാൻ വന്ന് നല്ല ബട്ടറൊക്കെ മേടിച്ചു. ബട്ടറും ഈ മിൽക്ക് മെയ്ഡും മേടിച്ചു. എനിക്ക് തോന്നി മസ്കാ ബണ്ണിനാണെന്ന്. ഞാൻ ഇന്നലെ രാത്രി ചോദിച്ചു, മസ്കാ ബണ്ണി കരുതിയപ്പോഴാണ് പറഞ്ഞത് ഉണ്ടായിരുന്നു റെഡിയെന്നാണ്. എനിക്ക് അമ്മേൻ്റെ ഇന്ന് പാടി കിട്ടാത്തതുണ്ട്. അള്ളിയിട്ടേ കിട്ടി 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 കിട്ടി. ഏത് മസ്കാ ബണ്ണ? മിൽക്ക് മെയ്ഡാ? പോയി പ്രാക്ടിക്കൽ അൺലിമിറ്റഡ് എല്ലാത്തിനും ഞാൻ തന്നെ വേണം. നിങ്ങൾ പൂവനാട് അവിടെയുള്ള ആളാണോ? നിങ്ങൾ ആൾക്കാർക്ക് വോട്ട് എടുക്കുക RS രാമേശ്വരനാണോ? അതോ അഞ്ജലി ചേച്ചിക്കാണോ? അതോ പ്രിൻസ് കൊച്ചച്ഛനാണോ? അത് സുമൈ കൊച്ചച്ഛനാണോ? ബിൻഷാ ബഷീറിനാണോ? അപ്പം വെച്ച് കമൻറ്റ് ചെയ്യുക. എൻ്റെ കൊച്ചച്ഛനെ മാക്സിമം വോട്ട് കൊടുക്കണം. പക്ഷെ നിങ്ങളിപ്പോൾ 18 വയസ്സിന് താഴെയാണെങ്കിൽ അതിനെ പോലെ വോട്ട് എടുക്കാൻ പറ്റില്ല, പറഞ്ഞാൽ. എൻ്റെ ക്ലാസ്സിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു, നമ്മൾ എൻ്റെ കൊച്ചച്ഛൻ. മതി ഞാനും പ്രാർത്ഥിച്ചില്ലമ്മ രാവിലെ.
ഇത് കൂടുതൽ മെലിഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുന്നത് നല്ലത്. തടി കിട്ടുന്നുണ്ടോ പറഞ്ഞ കാര്യം. ഇത് നമ്മൾ ഈ പഴം പൊരിയൊക്കെ തിന്നൂലേ, ആ രീതിയിൽ നമുക്ക് കഴിക്കാം. മാത്രമല്ല ആ മറ്റേ ചായ ഉണ്ടല്ലോ, ആ ചായൻ്റെ പേര് ഞാൻ ആവശ്യ സമയങ്ങളിൽ എല്ലാത്തിൻ്റെയും പേര് പറഞ്ഞു. അത് എൻ്റെ കൂട്ടുകാരിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയുള്ളൂ കഴിക്കട്ടെ.